ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ബ്ലമ്മിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലം എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ ഇതുവരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ബൈനാൻസ്, വൈബിറ്റ് ഒക്കെ പോലുള്ള എക്സ്ചേഞ്ചുകൾ ഉണ്ടല്ലോ, ക്രിപ്റ്റോ വാങ്ങുന്നതും വിൽക്കുന്നതും. അതുപോലെ ടെലഗ്രാമിൽ നേറ്റീവായിട്ട് വർക്കാവുന്ന ഒരു എക്സ്ചേഞ്ച് ആവാൻ പോകുന്ന ഒരു ബോട്ടാണ് ബ്ലം. ഈ ഒരു ബോട്ടിലൂടെ തന്നെ നമുക്ക് ക്രിപ്റ്റോ വാങ്ങാനും അതുപോലെ തന്നെ വിൽക്കാനും സാധിക്കും ഫ്യൂച്ചറിൽ. ഇപ്പോൾ ഒരു മൈനിങ് പോലെ മാത്രമാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ ഓരോ 8 മണിക്കൂറിലും ഇവിടെ വന്ന് ഫാമിംഗ് എന്ന് പറയുന്നത് കളക്ട് ചെയ്യുക. സ്റ്റാർട്ട് ഫാമിംഗ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും 8 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റ്സും കാര്യങ്ങളും കിട്ടും. ഈ ടിക്കറ്റ് ചിലവാക്കണോ എന്നുള്ള കാര്യം പലർക്കും ഡൗട്ട് ഉണ്ട്. അതിൻ്റെ ഉത്തരം ഞാൻ ലാസ്റ്റ് പറയാം. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഇൻവൈറ്റ് ഓൺലി ആയിരുന്നു. ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഓപ്പൺ ആണ്. താഴെ ലിങ്ക് കൊടുക്കാം, എല്ലാവർക്കും കയറാൻ പറ്റും. സ്ലോട്ടിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. വെയിറ്റിംഗ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന പോലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ഫീച്ചേഴ്സിലേക്ക് നോക്കുന്നതിന് മുമ്പ് തന്നെ ടാസ്കുകൾ വന്നിട്ടുണ്ട് കുറേ എണ്ണം. ടാസ്കുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ പുതിയ ടാസ്കുകൾ കാണാൻ പറ്റും. ഞാനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ബോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെയാണ്. സിമ്പിൾ മിഷൻസ് ആണ്. ജസ്റ്റ് ഗോ അടിക്കുന്നതിന് ശേഷം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലെയിം വരും. നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ക്ലെയിം ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്ലെയിം ആകും. അതുവരെ അങ്ങനെ സ്പിൻ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർ കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം അടിക്കാം. നമ്മൾ മൈൻ ചെയ്യുന്ന ബാക്കിയുള്ള പ്രൊജക്ട്സിലെ പോലെ മില്യൺസ് ഓഫ് പോയിന്റ്സ് ഒന്നും നിലവിൽ നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു 200K അല്ലെങ്കിൽ 150K അടിയിലുള്ള ഒരു എമൗണ്ട് മാത്രമേ എല്ലാവരുടെ കയ്യിലുള്ളൂ. 150K BP. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലേക്കൊന്നും ആരുടെ കയ്യിലും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് മില്യൺസിൻ്റെ ആവശ്യത്തിലില്ല. ഓക്കെ, ഇതിൻ്റെ ഓരോ BP കോയിന് നല്ല വാല്യൂ ഉണ്ടാവും. ലിസ്റ്റ് ആകുമ്പോൾ നല്ല രീതിയിലുള്ള വാല്യൂ ഉണ്ടാവും. ഇതിൻ്റെ സപ്ലൈ വളരെ കുറവാനാണ് സാധ്യത. അതുകൊണ്ടാണ് നമുക്ക് കുറഞ്ഞ കോയിൻസിൻ്റെ എണ്ണം മാത്രം തരുന്നത്. ബ്ലം പോയിന്റ്സ് വളരെ കുറച്ചേ നമുക്കിന്ന് കിട്ടുള്ളൂ. അല്ലാതെ മില്യൺ കണക്കിനൊന്നും ആർക്കും ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ 10K ഉള്ളൂ അല്ലെങ്കിൽ 20K ഉള്ളൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല. എല്ലാവരുടെ കയ്യിലും ആ ഒരു റേഞ്ചിൽ തന്നെ ഉള്ളൂ. അപ്പോൾ അത് വളരെ നല്ലൊരു വാല്യൂ തന്നെയാണ്. ഓക്കെ, ബ്ലം പോയിന്റ്സിൻ്റെ എണ്ണം കുറവാണെങ്കിലും നമ്മൾക്ക് ഓരോ കോയിനും കിട്ടുന്ന വില കൂടുതലായിരിക്കും എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് മില്യൺസ് കിട്ടുന്ന കോയിൻസ് എല്ലാം 10ഉം 1 ലക്ഷവും 2 ലക്ഷവും കോയിനൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് ചിലപ്പോൾ $1 കിട്ടുക. നേരെ മറിച്ച് ഇതിൽ ഒരു 5-6 കോയിൻ ഉണ്ടെങ്കിൽ തന്നെ $1 കിട്ടാൻ സാധ്യതയുണ്ട്. എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഞാനൊരു $1 പ്രൈസ് പറഞ്ഞത്. ഒരിക്കലും $1 ഒരു കോയിന് വരില്ല. നമ്മൾ മൈൻ ചെയ്യുന്ന മില്യൺസ് ഓഫ് കോയിൻസ് കിട്ടുന്ന പ്രൊജക്ട്സിനെക്കാട്ടും 10x ബെറ്റർ ആണ് നമ്മുടെ ബ്ലം. നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 10 പ്രൊജക്ട്സിൽ 2ാം സ്ഥാനത്ത് ഞാൻ ഈ ഒരു ബ്ലം പ്രൊജക്റ്റിനെ വെക്കും. 1ാം സ്ഥാനത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹോട്ട് വാലറ്റ് ആണ്. ഹോട്ട് വാലറ്റ് 1ാമത്, ബ്ലം 2ാമത്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അത്രയും കൂടുതൽ ഏർണിങ്സ് കിട്ടുന്ന പ്രൊജക്റ്റാണ്. ഏറ്റവും കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാൻ വരുന്ന പ്രൊജക്ട്സിനനുസരിച്ചാണ് ഞാൻ റാങ്കിങ് ചെയ്യാറുള്ളത്. 1ാം സ്ഥാനത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹോട്ട് വാലറ്റ് ആണ്. അത് ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ചാനലുണ്ട്, തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം ഹോട്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. 2ാമത് വരുന്നത് ബ്ലം ആണ്. അപ്പോൾ ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. നിങ്ങൾ എത്ര മുന്നേ തുടങ്ങുന്നു അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. കാരണം അത്രയും പോയിന്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓരോ 8 മണിക്കൂറിൽ ക്ലെയിം ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് പുതുതായിട്ട് വന്ന ഫീച്ചർ എന്താ നോക്കാം. അതാണ് വാലറ്റ്. വാലറ്റ് എന്ന് പറയുന്ന പുതിയൊരു ടാബോടെ നിങ്ങൾക്ക് വന്ന് കാണാം. ഞാനിപ്പോൾ എൻ്റെ വാലറ്റോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്തിട്ടൊന്നുകൂടി കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഡിസ്കണക്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് വാലറ്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം വാലറ്റ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോൺ കീപ്പർ കണക്ട് ചെയ്യാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടോൺ വാലറ്റ് കണക്ട് ചെയ്താൽ മതി. ഏത് കണക്ട് ചെയ്താൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ ടോൺ കീപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാം വാലറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടോൺ കീപ്പർ യൂസ് ചെയ്യാം. എല്ലാം സെയിം തന്നെയാണ്, എല്ലാം ടോൺ വാലറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എൻ്റെ വാലറ്റ് കണക്ട് ചെയ്യാൻ കണക്ട് വാലറ്റ് കൊടുത്തു. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാലറ്റ് കണക്ട് ആവും. നമുക്കിവിടെ ആക്റ്റീവ് കാണാം, നമ്മുടെ വാലറ്റിൻ്റെ അഡ്രസ്സും കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇനി മാറ്റണമെങ്കിൽ പിന്നെ ഡിസ്കണക്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. ടോൺ കണക്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോൺ വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചെയ്തു. ഞാനിപ്പോൾ ടോൺ കീപ്പർ കണക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോൺ വാലറ്റ് കണക്ട് ചെയ്യാം. ഫ്യൂച്ചറിൽ ബ്ലം വാലറ്റ്, ഈ ബ്ലമ്മിനകത്ത് തന്നെ ബ്ലമ്മിൻ്റെ വാലറ്റ് വരും. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 3ാമതായിട്ട് വാലറ്റ് കണക്ട്. വാലറ്റ് കണക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഏത് വാലറ്റും, ഇപ്പോൾ നമ്മൾക്ക് ടോൺ വാലറ്റ് മാത്രമല്ല ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യാം, മെറ്റാമാസ്ക് കണക്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ വാലറ്റുകൾ ഉണ്ടോ EVM നെറ്റ്വർക്കുള്ള എല്ലാ വാലറ്റുകളും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് വാലറ്റ് കണക്ട് എന്ന് പറഞ്ഞാൽ. അതിലൂടെ നമ്മുടെ കയ്യിലുള്ള എല്ലാ വാലറ്റുകളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന വാലറ്റ് വേണം എന്നൊരു നിർബന്ധമില്ല. നിലവിൽ ടോൺ വാലറ്റ് കണക്ട് ചെയ്യുക. ഫ്യൂച്ചറിൽ ബ്ലം വാലറ്റ് ഈ ഒരു ബോട്ടിനകത്ത് തന്നെ വരും. അങ്ങനെ ഓരോ ഫീച്ചേഴ്സ് ആഡായി കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ബ്ലം എന്ന് പറയുന്ന ഈ ഒരു ടെലഗ്രാം ബോട്ട് ഒരു ഫുൾ ഫ്ലെച്ച്ഡ് എക്സ്ചേഞ്ച് ആയി മാറും. ക്രിപ്റ്റോ കറൻസി ബൈയും സെല്ലും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ച് ആയി മാറും. നമ്മൾക്കിപ്പോൾ വേറെ വാലറ്റിൻ്റെ ആവശ്യമില്ല. ബ്ലം വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് സെല്ല് ചെയ്യാം. ഇവിടെ തന്നെ P2Pൻ്റെ ഓപ്ഷനോ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് സെല്ല് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് എടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു പ്രൊജക്റ്റ് തീരാന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തിരക്കാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊരു ഫുൾ ഫ്ലെക്സ്ഡ് എക്സ്ചേഞ്ച് ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും കൊണ്ടുവരാനും സമയം എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര മുന്നേ തുടങ്ങുന്നോ അതിനനുസരിച്ച് നമ്മൾക്കുള്ള ബ്ലം പോയിന്റ്സിൻ്റെ എണ്ണം, ടിക്കറ്റിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ എല്ലാ 8 മണിക്കൂറിലും വന്ന് ക്ലെയിം ചെയ്യുക. ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടാൽ മാത്രം പോരാ. എല്ലാ 8 മണിക്കൂറിലും ജസ്റ്റ് ഒന്ന് ഈ ബോട്ട് ഓപ്പൺ ആക്കുക, ഇവിടെ ക്ലെയിം അടിക്കുക, അതിന് ശേഷം സ്റ്റാർട്ട് ഫാമിംഗ് എന്ന് കൊടുക്കുക. അപ്പോൾ വീണ്ടും 8 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കളക്ട് ചെയ്യാൻ വരും. അങ്ങനെ ഓരോ 8 മണിക്കൂറിലും കളക്ട് ചെയ്ത് പോവുക. ഒരിക്കലും വിട്ട് കളയരുത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈനിങ് തന്നെയാണ് നമ്മുടെ ബ്ലം.
അവസാനമായിട്ട് ഡ്രോപ്പ് ഗെയിമിൻ്റെ കാര്യം പറയാം. അപ്പോൾ എന്താണെന്ന് അറിയാത്തവർ ജസ്റ്റ് ഒരു ഗെയിമാണ്. ഇവിടെ പ്ലേ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗെയിം വരും. ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് ബ്ലം പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് പോകുന്ന എല്ലാ ബ്ലം പോയിന്റ്സും ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതുപോലെ ഐസൊക്കെ ടാപ്പ് ചെയ്താൽ ഫ്രീസായി നിൽക്കും. അങ്ങനെ നമുക്ക് ഫ്രീസ് ആവാനനുസരിച്ച് നമുക്ക് പോയിന്റ്സ് ഇവിടുന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ഫ്രീസ് ആക്കുക, അതിനുശേഷം എല്ലാ പോയിന്റ്സും ജസ്റ്റ് ടാപ്പ് ചെയ്തെടുക്കുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഗെയിം. അപ്പോൾ നമ്മൾ ബോംബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ്സ് എല്ലാം പോകും. നമ്മളെല്ലാ ബോംബും അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ എയിം. ഡെയിലി ബ്ലമ്മിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബ്ലം പോയിന്റ്സും അതുപോലെ ടിക്കറ്റും ഡെയിലി റിവാർഡായിട്ട് കിട്ടും. ഡെയിലി ചെക്ക് ഇൻ റിവാർഡായിട്ട് കിട്ടും. നിങ്ങൾ എത്ര സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഓരോ ദിവസവും മിസ്സാക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസം നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു അത്രയും കൂടുതൽ നിങ്ങൾക്ക് റിവാർഡ് കൂടിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും. അപ്പോൾ ഈ ഒരു ടിക്കറ്റ്സ് സേവ് ചെയ്യുക ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ബ്ലമ്മിൻ്റെ കോ ഫൗണ്ടർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നത് ബ്ലമ്മിൻ്റെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് തന്നെ ക്രിപ്റ്റോ കറൻസീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ വരുന്ന അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഈ ബ്ലം പോയിന്റ്സിൻ്റെ ഒപ്പം ഒറിജിനൽ ക്രിപ്റ്റോ കറൻസീസും ഡ്രോപ്പ് ഗെയിമിൽ ഉണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ ബിറ്റ് കോയിന്, ഇതേറിയം, അതുപോലുള്ള സൊലാന എന്ന് പറയുന്ന എല്ലാ മേജർ കോയിൻസും ഈ ഗെയിമിനകത്ത് വരും. അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലം ഏൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബിറ്റ് കോയിന്, ഇതേറിയം, സൊലാന അതുപോലുള്ള മെയിൻ കോയിൻസ് എല്ലാ ക്രിപ്റ്റോ കറൻസീസും നമുക്ക് ഈ ഗെയിമിൻ്റെ അകത്ത് തന്നെ ഏൺ ചെയ്ത് ഇവിടുന്ന് തന്നെ സെല്ല് ചെയ്ത് അക്കൗണ്ടിലേക്ക് ക്യാഷ് എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ അപ്ഡേറ്റ് ഒക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ അവരുടെ റോഡ് മാപ്പിൽ കൃത്യമായിട്ട് അടുത്ത മേജർ അപ്ഡേറ്റ് അതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഗെയിം കളിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ടിക്കറ്റാണ്. ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ്സിന് വളരെ വലിയ വാല്യൂ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ടിക്കറ്റ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ സേവ് ചെയ്ത് പോകാൻ പറയുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ ഈ ഒരു ടിക്കറ്റിന് എക്സ്പയറി ഡേറ്റ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ ടിക്കറ്റ്സ് ആദ്യം മുതലേ എടുത്തു വെക്കുന്നവർക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് ഫ്യൂച്ചറിൽ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ന്യൂട്രലൈസ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ ടിക്കറ്റ്സിന് ഒരു എക്സ്പയറി ഡേറ്റ് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് ക്ലെയിം ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഈ ഡ്രോ ഗെയിം ഈ ടിക്കറ്റ്സ് യൂസ് ചെയ്ത് കളിച്ച് ബ്ലം പോയിന്റ് ഏൺ ചെയ്യണം. എങ്കിലും നിങ്ങൾക്ക് ഒരു നഷ്ടം വരാനല്ല. നമ്മൾ ടിക്കറ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ പ്ലേ അടിച്ച് ഈ ഒരു ബ്ലം പോയിന്റ്സ് മാക്സിമം ഏൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വരുമോ ഇല്ലെന്ന് ഒരു ഉറപ്പില്ല. ഫ്യൂച്ചറിൽ വരാം എന്നൊരു സാധ്യത മാത്രമേ എക്സ്പയറി ഡേറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് വന്നില്ലെങ്കിൽ നമുക്കൊരു ലോട്ടറിയാണ്. ഇത്രയും കാലം എടുത്തു വെച്ച ടിക്കറ്റ്സ് കൊണ്ടെല്ലാം നമുക്ക് റിയൽ ക്രിപ്റ്റോ ഏൺ ചെയ്യാൻ പറ്റും. ഇനി എക്സ്പയറി ഡേറ്റ് വന്നാൽ നമ്മൾ ഈ ഗെയിം കളിച്ച് ബ്ലം പോയിന്റ്സിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, 50-50 ചാൻസ് ആണ്. അപ്പോൾ സേവ് ചെയ്യുന്നവർക്ക് സേവ് ചെയ്യാം. ഞാൻ എന്തായാലും സേവ് ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. എക്സ്പയറി ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ടെലഗ്രാമിലും യൂട്യൂബിലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് നമ്മൾ ബ്ലമ്മിൽ വന്നിരിക്കുന്നത്. കുറേ കാലമായിട്ട് ബ്ലമ്മിൻ്റെ വീഡിയോസും ചെയ്യാത്ത പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ടാണ് ഓരോ അപ്ഡേറ്റ്സും വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് എന്നും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് വരുമ്പോൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം ഷെയർ ചെയ്യുന്നത് അവിടെയാണ്. എല്ലാ ന്യൂസുകളും എല്ലാ അപ്ഡേറ്റുകളും. അപ്പോൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ ടെലഗ്രാമിലും ജോയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈനിങ് ആണ് നമ്മുടെ ബ്ലം. ഹാംസ്റ്റർ കോമ്പാറ്റ് ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഈ ഒരു ബ്ലം നിർബന്ധമായിട്ട് ചെയ്യണം. ക്ഷമയുള്ളവർക്കുള്ള മൈനിങ് ആണ് ബ്ലം, ഹോട്ട് വാലറ്റൊക്കെ. കാരണം ഓരോ അപ്ഡേറ്റ്സും വരാൻ നല്ല രീതിക്ക് ടൈം എടുക്കും. ലിസ്റ്റിംഗ് ആവാനും ടൈം എടുക്കും. അപ്പോൾ അത്രയും ടൈം നമ്മൾ മാക്സിമം നമ്മളുടെ അഡ്വാൻറ്റേജിലേക്ക് കൊണ്ടുവരണം. നമ്മൾ അത്രയും കാലം നമ്മളുടെ ഫാമിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമ്മളുടെ കോയിൻസ് മാക്സിമം അല്ലെങ്കിൽ ബ്ലം പോയിന്റ്സ് മാക്സിമം കൂട്ടാൻ നോക്കുക. ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്യുമ്പോഴാണ് ഒരു 90% ആൾക്കാരും ഇതുപോലൊരു ബോട്ട് ഉണ്ട് എന്ന് തന്നെ അറിഞ്ഞിട്ട് ഇതിലേക്ക് വരിക. അപ്പോഴേക്കും നമ്മളുടെ കയ്യിൽ നല്ല രീതിക്ക് ഒരു ബാലൻസ് ഉണ്ടാകും. അപ്പോൾ വളരെ നല്ലൊരു വാല്യൂ നമുക്ക് ഈ ഒരു ബോട്ടിൽ നിന്ന് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിലും അപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇനി നല്ല രീതിക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു കോയിൻ ലിസ്റ്റ് ആവുള്ളൂ. പെട്ടെന്ന് ലിസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് എത്ര ലേറ്റ് ആവുന്നോ അത്ര അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് മുതലാക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ഒരു ബ്ലം ക്രിപ്റ്റോൻ്റെ കാര്യത്തിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.